വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു, കുട്ടികളെയും കാണാമായിരുന്നു, ഇങ്ങനെ ഒരു പിന്നെ പേടിച്ച സ്ഥിതിയിൽ നിൽക്കേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവരൊക്കെ രാത്രിയല്ലേ, ഉറങ്ങിക്കാണില്ലേ, അവരെ വിളിച്ച് ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ലേ നമ്മൾ ഇങ്ങോട്ടത്തേക്ക് വന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല, അത് ഏതെങ്കിലും അന്ത്യപിച്ചക്കാരായിരിക്കും, കുറേ നാളായിട്ട് പൂട്ടിക്കിടക്കുന്ന വീടല്ലേ എന്നൊക്കെ ശ്യാമയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് രോഹിത്താണെങ്കിൽ. എന്നിട്ടും ശ്യാമ പറയുന്നുണ്ട് എന്നാലും നല്ല ലക്ഷണമായിട്ട് തോന്നുന്നില്ല, നമുക്കൊന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ്. ശേഷം അവർ അകത്തേക്ക് കയറുന്നുണ്ട്. ഇതേസമയം അവിടെ ആ കിടന്നിരുന്ന ആളാണെങ്കിൽ ഉപേന്ദ്രൻ്റെ ആൾ തന്നെയാണ്. അയാൾ ഉപേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം അവൻ വന്നു അല്ലേ, കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ വേണമെങ്കിൽ അവരെ തീർക്കാമെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അന്നേരം വേണ്ട, നിനക്കിപ്പോൾ ട്രെയിനിങ് പീരീഡാണ്, തീർക്കേണ്ട ആൾ വേറൊരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രനാണെങ്കിൽ മറ്റേ ആ ഒരു ഡേവിഡ് മാർട്ടിനെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, അന്നേരം എത്തിയെന്ന് ചോദിക്കുമ്പോൾ എത്തിയെന്ന് പറയുകയാണ്. നിനക്ക് തന്നിരിക്കുന്ന അവസാന അവസരമാണിത്, ഇല്ലെങ്കിൽ എൻ്റെ എല്ലാ രഹസ്യങ്ങളും നിനക്കറിയാം, നിന്നെ പിന്നെ ജീവനോടെ വച്ചേക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, ഞാൻ ഇന്ന് തന്നെ അവനെ തീർക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ മാർട്ടിനാണെങ്കിൽ ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേ സമയം അവിടെയാണെങ്കിൽ സത്യയും പപ്പിയും ഒക്കെ ഇരുന്ന് ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ജയശ്രീ ആണെങ്കിൽ കൂട്ടിനിരിക്കുകയാണ്. വിഷ്ണുശാലിനി എത്തിയിട്ടില്ല. അന്നേരം പപ്പി പറയുന്നുണ്ട്, ഇന്നത്തേത് വലിയ പ്രശ്നമാവും എന്ന് പറയുകയാണ്. സത്യാമ്മ നമ്മളെ വിളിച്ചുകൊണ്ട് പോയത് അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം പപ്പി പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്, വിഷ്ണു അച്ഛൻ്റെ അമ്മയല്ലേ സത്യാമ്മ, അപ്പോൾ സത്യാമ്മ വിളിച്ചില്ലെങ്കിൽ വിളിക്കുമ്പോൾ നമ്മൾ പോകണ്ടേ, അല്ലെങ്കിൽ അത് തെറ്റല്ലേ, ഇപ്പോൾ പിന്നെ ചേച്ചിയമ്മയും വിഷ്ണു അച്ഛനും വരുമ്പോൾ സത്യം പോലെ അങ്ങ് പറഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. അന്നേരം ജയശ്രീ ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ച് കുറച്ചപ്പുറത്തേക്ക് ഇരുന്ന് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരവും പിന്നെ സത്യയ്ക്കാണെങ്കിൽ വീണ്ടും സംശയം. അപ്പോൾ പറയാമല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ സത്യം എഴുതി കഴിഞ്ഞല്ലോ, ഞാനാണെങ്കിൽ എഴുതി കഴിഞ്ഞില്ല, അപ്പോൾ ഇവിടത്തേക്കാൾ പ്രശ്നം നാളെ രാവിലെ സ്കൂളിലുണ്ടാവും, ഞാനൊന്ന് എഴുതിക്കോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ജയശ്രീ പറയുന്നുണ്ട്, രണ്ടുപേരും സംസാരിക്കുകയാണല്ലോ, എഴുതുന്നില്ലല്ലോ, കുറേ നേരമായല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എഴുത്തിനൊരു കുറവില്ല എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. അന്നേരം സത്യ ചോദിക്കുകയാണ്, അതേ ചേച്ചി ഒരു സംശയം എന്ന് പറയുമ്പോൾ ജയശ്രീ എഴുന്നേറ്റ് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാമെന്നിങ്ങനെ ജയശ്രീ പറയുകയാണ്. അന്നേരം ഇത് ചേച്ചിക്ക് എന്തായാലും പറയാനായിട്ട് പറ്റും. ഇന്നാണെങ്കിൽ സത്യാമ്മ വിളിച്ചിട്ട് ഞാനും പപ്പിയും കൂടി സത്യാമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു, അത് അച്ഛനോടും അമ്മയോടും പറയണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ അത് തീർച്ചയായും പറയണം, അവരോടാണ് ആദ്യം പറയേണ്ടിയിരുന്നത്, ഇനിയിപ്പോൾ പോയില്ലേ, അപ്പോൾ ഇനി വന്നല്ലോ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞാലും മതി, കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ പറയാമല്ലേ എന്നിങ്ങനെ സത്യ അങ്ങ് ആശ്വാസമാവുന്നുണ്ട്. ഈ സമയത്ത് അവർ എത്തുന്നുണ്ട്. കാത്തിരുന്ന ജയശ്രീ മുഷിഞ്ഞ് കാണുമെന്നും സംസാരിച്ചുകൊണ്ടാണ് വിഷ്ണു ശാലിനിയും കൂടി അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ചേച്ചി പോവുകയാണ്, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ജയശ്രീ അങ്ങോട്ട് തിരിയുമ്പോൾ ഇവരകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ജയശ്രീ ഇറങ്ങുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ശാലിനി. അന്നേരം കുറച്ച് നാളത്തേക്ക് അരച്ച് വെക്കാനുണ്ട്, അച്ഛന് ചോറ് കൊടുക്കണം, അമ്മയ്ക്ക് തലവേദനയാണ്, അപ്പോൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ജയശ്രീ അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ഈ കുട്ടികളിരുന്ന് അങ്ങോട്ട് പഠിക്കുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളാണ്, അവർ മര്യാദക്കാരായി എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. ഞാനറിയാതെ എൻ്റെ കുട്ടികളൊന്നും ചെയ്യില്ല, എങ്ങും പോകില്ല എന്നൊക്കെ ഇങ്ങനെ ശാലിനി അങ്ങ് പറയുകയാണ്. വിഷ്ണുവിനങ്ങ് ചിരിയും വരുന്നുണ്ട്, അടക്കി പിടിക്കുകയാണ് ചിരി ഇവരുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട്. എന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറി വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം സത്യമാണെങ്കിൽ പപ്പിയോട് ഇങ്ങനെ കൈകൊണ്ട് മറിച്ചിട്ട് പറയുമെന്ന് കാണിക്കുകയാണ്. അന്നേരം പപ്പിയും തിരിച്ചിങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ശ്രദ്ധിക്കുകയാണ്. അന്നേരം രണ്ടുപേരും കൂടി എന്താ ഒരു കഥകളിയൊക്കെ നോട്ടമൊക്കെ പാസ് ചെയ്യുന്നുണ്ടല്ലോ, എന്താ സംഭവം, മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറയുമ്പോൾ അതേ രഹസ്യമാണെന്ന് സത്യ പറയുകയാണ്. അന്നേരം ആണോ എന്താണെന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം സത്യ പറയുന്നുണ്ട്, പിന്നെ ഇന്നാണെങ്കിൽ ഒരു സംഭവം ഉണ്ടായി, സത്യാമ്മയാണെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചായയും പലഹാരവും ഒക്കെ തന്നു, കുറച്ച് മുന്നെയാണ് ഇവിടെ കൊണ്ടാക്കിയത്, അച്ഛനും ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ശാലിനി ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ശാലിനി അവിടെ നിൽക്കുന്നേ ഉള്ളൂ, മുന്നോട്ടത്തേക്ക് വരുന്നില്ല. അന്നേരം അത് നല്ല കാര്യമാണല്ലോ, അതിനാണോ ഇങ്ങനെ പേടിച്ച് നിന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ശാലിനിയും കാണുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് പക്ഷേ ആപ്പടെ സന്തോഷമാവുന്നുണ്ട് അമ്മ അങ്ങനെ ചെയ്തതിൽ. പക്ഷേ ശാലിനിയെ കാണുമ്പോൾ വിഷ്ണു പെട്ടെന്ന് ചെറുതായിട്ട് അത് മറയ്ക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, അല്ല അച്ഛനോടും അമ്മയോടും പറയാതെയല്ലേ പോയത്, ചേച്ചിയമ്മ അറിഞ്ഞാൽ പേടിക്കുമെന്ന് കരുതിയിട്ടാണ് ഇരുന്നതെന്നൊക്കെ പപ്പിയും പറയുന്നുണ്ട്. അന്നേരം സത്യ പറയുകയാണ്, സത്യാമ്മയ്ക്ക് ഇപ്പോൾ എന്നോട് വലിയ കാര്യമാണ്, എപ്പോഴും പിന്നെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, എന്ത് വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം വാങ്ങിത്തരും എന്നൊക്കെ ഇങ്ങനെ സത്യ പറയുമ്പോൾ പപ്പി അതിങ്ങനെ ക്ഷമത്തോടെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇത്രയും സത്യ പറഞ്ഞങ്ങോട്ട് നോക്കും
നോക്കുമ്പോൾ ശാലിനിയെ കാണുന്നുണ്ട്. പെട്ടെന്ന് ഇവർ രണ്ടുപേരും കുഞ്ഞിരിക്കുകയാണ്. ശാലിനി ഇങ്ങോട്ടത്തേക്ക് വന്നിട്ട് വിഷ്ണുവേട്ടാ ഇതിപ്പോൾ സത്യാമ്മ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യം കാണുമോ എന്ന് ചോദിക്കുകയാണ് ഈ സ്നേഹത്തിന് പിന്നിൽ. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, താൻ എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, സ്നേഹം കാട്ടുന്നത് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ആയിരിക്കില്ല, അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടൻ്റെ വിശ്വാസം, വിഷ്ണുവേട്ടനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ശാലിനിക്ക് പക്ഷേ അതങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ശാലിനി ഇങ്ങനെ വിഷമിച്ച് അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ അങ്ങ് തിരിയുന്നുണ്ട്. മക്കൾ ഇന്ന് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് തിരിയുമ്പോൾ പപ്പി വിളിക്കുകയാണ്, വിഷ്ണു വെച്ചാൽ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും കാണണം, അവർക്കാണെങ്കിൽ എന്നെ കാണണമൊന്നുമില്ല, അവരെന്നെ വിളിക്കുന്ന പോലുമില്ല, അവർക്കെന്നെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് അവരെ കാണണം, ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ്. ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ വിഷ്ണുവിന് അങ്ങനെ വിഷമം വരുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, മോളുടെ അച്ഛനും അമ്മയും കൂടെ തന്നെയുണ്ട്, വിഷ്ണു അച്ഛനാണ് മോളുടെ അച്ഛൻ, ചേച്ചിയമ്മയാണ് അമ്മ, അതെനിക്ക് ഉറക്കെ പറയണമെന്നുണ്ട്, സ്നേഹം കൊണ്ട് മോളെ വീർപ്പ് മുട്ടിക്കണമെന്നുണ്ട്, പക്ഷേ സാഹചര്യം അനുവദിക്കുന്നില്ല. പക്ഷേ ഇതിനെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല, പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അറിയിക്കും എന്നിങ്ങനെ വിഷ്ണു മനസ്സിൽ കരുതുന്നുണ്ട്. അന്നേരം പപ്പി ഇങ്ങനെ ചോദിക്കുകയാണ്, വിഷ്ണു വെച്ചാൽ വിളിക്കണം എന്ന് പറയുമ്പോൾ വിളിക്കാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഫോൺ എടുക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ രോഹിത്തിന് ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ശ്യാമയാണെങ്കിൽ അവിടെ കട്ടിലൊക്കെ വിരിച്ച് തലവണയൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അന്നേരം ഫോൺ സംസാരിച്ചു കൊണ്ട് റൂമിലേക്ക് രോഹിത്ത് കയറി വരുന്നുണ്ട്. അന്നേരം ഞങ്ങൾ വന്നപ്പോൾ ലേറ്റായി, അതുകൊണ്ടാണ് അങ്ങോട്ടത്തേക്ക് വരാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇത്രയും കുഴപ്പങ്ങളൊക്കെ സംഭവിച്ച വീടല്ലേ, അങ്ങോട്ടത്തേക്ക് പോകേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ പിന്നെ വിഷ്ണു സംസാരിക്കുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ ആ ജനലിൻ്റെ അപ്പുറത്ത് വെളിയിലാണെങ്കിൽ ആ ഒരു മാർട്ടിൻ എത്തിയിട്ടുണ്ട്. മാർട്ടിനാണെങ്കിൽ ഇങ്ങനെ ലക്ഷ്യം വയ്ക്കുകയാണ്, രോഹിത്തിനെ തന്നെ ഇങ്ങനെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ രോഹിത് ഇങ്ങനെ വിഷ്ണുവിനോട് സംസാരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് ആ ഒരു പിന്നെ വെടിയുണ്ട വരുമ്പോൾ അതാ നേരെ ഫ്ലവർ വേസിലേക്കാണ് കൊള്ളുന്നത്. അന്നേരം അതിങ്ങനെ പൊട്ടിച്ചിതറുന്നുണ്ട്. അന്നേരം രോഹിത് ശ്യാമ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. വിഷ്ണു ആ ശബ്ദം കേൾക്കുന്നുണ്ട്. അന്നേരം ശ്യാമ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുകയാണ്, രോഹിതെ മാറ് എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നുണ്ട്. പക്ഷേ ശ്യാമ ജനലിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ആ മാർട്ടിനെ കാണുന്നുണ്ട്. പെട്ടെന്നാണെങ്കിൽ രണ്ടുപേരും കൂടി അങ്ങ് ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ്. അന്നേരം എന്താ ശബ്ദം കേട്ടോ, രോഹിത്തെ രോഹിത്തെ എന്നിങ്ങനെ വിഷ്ണു വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്യാമ ഫോൺ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, വിഷ്ണുവേട്ടാ ഇവിടെ ആരൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുമുമ്പേ രോഹിത് ആണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ വന്നപ്പോൾ ഒരു പിച്ചക്കാരനാണെന്ന് തോന്നുന്നു, ഇവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളെ കണ്ടപ്പോൾ അവൻ എണീറ്റ് ഓടി എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് പിച്ചക്കാരൻ തന്നെയാണോ, എനിക്ക് ഉറപ്പാണോ, ഉപേന്ദ്രനാണ് ആൾ, ചിലപ്പോൾ നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി ആരെങ്കിലും ഏർപ്പാടാക്കിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ഡേവിഡ് അങ്ങനെ ചെയ്യുന്നതും ശ്യാമ കരയുന്നതും ഒക്കെ. അന്നേരം ശ്യാമ രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് ഫോണങ്ങ് വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടാ ഇവിടെ ആരൊക്കെ ഉണ്ട്, ഞാൻ അയാളെ കണ്ടതാണ്, ജനലിൻ്റെ അപ്പുറത്ത് അയാളുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും പിന്നെ വാതിൽ തുറക്കരുത്, അകത്തേക്ക് കയറാനായിട്ട് സാധിക്കില്ല, ജനലിൻ്റെ സൈഡിലേക്ക് നിൽക്കല്, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് ശാലിനിയെ വിളിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം സത്യയും പപ്പി ഇത് കേട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അന്നേരം എന്താ പപ്പി എന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഇനി അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പറ്റി കാണുമെന്ന് ഇങ്ങനെ വിഷമിച്ച് ഈ കുട്ടി നിൽക്കുകയാണ്. അന്നേരം അവിടെ ശ്യാമ പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല, എനിക്ക് ആകെ പേടിയാവുന്നു, അവൻ നമ്മളെ തീർത്തിട്ടേ പോകും, ഞാനവനെ കണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ പേടിക്കണ്ട, നമ്മൾ വാതിൽ തുറക്കില്ലല്ലോ, അകത്തേക്ക് എന്തായാലും കയറിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഒരുവിധം ആശ്വസിപ്പിച്ച് രോഹിത് നിർത്തുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വണ്ടിയെടുത്ത് ഇവിടത്തേക്ക് പുറപ്പെടുന്നുണ്ട്. അത് വരുന്ന കാണിക്കുകയാണ്. ഈ സമയം ശ്യാമ ഇങ്ങനെ പേടിച്ച്, ശ്യാമയും രോഹിത്തും പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ശ്യാമ പറയുന്നുണ്ട്, അവൻ പോയി കാണുമോ, പുറത്ത് ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ഉപേന്ദ്രനും ആ ഡേവിഡും പുറത്തുണ്ട്. ഉപേന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, നിനക്ക് നേരം വെളുക്കുന്ന ഒരു സമയമുണ്ടെന്ന്. അന്നേരം 2 ശവങ്ങൾ നേരം വെളുക്കുമ്പോൾ ഇവിടെ വീണിരിക്കും, അവനും എൻ്റെ ഭാര്യയും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തിച്ച് കാണിക്കുക എന്നിങ്ങനെ ഉപേന്ദ്രൻ പറയുമ്പോൾ ഈ ഡേവിഡ് ആണെങ്കിൽ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ഈ ഹാളിലേക്ക് വരുന്നുണ്ട്. ശ്യാമയും രോഹിത്തും ഇങ്ങനെ നോക്കുമ്പോൾ ഡേവിഡ് ഇങ്ങനെ അകത്തേക്ക് കയറി വരികയാണ്, തോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അന്നേരം ഇവരെ വീണ്ടും ലക്ഷ്യം വെക്കുകയാണ്. അന്നേരം എത്ര നാളായിട്ട് ഈ ജീവന് വേണ്ടി ഞാൻ നടക്കുകയാണ്, കൂടെ നിൻ്റെ ഭാര്യയും ബോണസായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉന്നം വെച്ച് നിൽക്കുമ്പോൾ ഉപേന്ദ്രനും പിന്നാലെ വരുന്നുണ്ട്. അന്നേരം ഈ ശ്യാമയ്ക്ക് രോഹിത്തിന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. തുടർന്ന് ഉപേന്ദ്രൻ പറയുന്നുണ്ട്, പല ചതി വഴികളിലൂടെയാണ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത്, പക്ഷേ എനിക്ക് കിട്ടേണ്ട സ്വത്ത് നീ ധൈര്യപൂർവ്വം അങ്ങോട്ട് അടിച്ചെടുത്തു, അപ്പോൾ നിന്നെ ഞാൻ ഇനി ഇവിടെ വച്ചേക്കില്ല, നിനക്ക് വേണ്ടി മാത്രമാണ്, നിൻ്റെ ജീവന് വേണ്ടി മാത്രമാണ് വന്നത്, പക്ഷേ നിൻ്റെ ഭാര്യയും കൂടെ ബോണസായിട്ട് ഇരിക്കട്ടെ, ഭർത്താവ് മരിച്ചിട്ട് നിൻ്റെ ഭാര്യ വിധവയെ പോലെ ഇവിടെ എന്തിനാണ് കഴിയുന്നത് എന്ന് പറയുമ്പോൾ ശ്യാമയെ ആണെങ്കിൽ രോഹിത്തിൻ്റെ പിന്നിലേക്ക് അങ്ങ് മാറ്റുകയാണ് രോഹിത്ത്. അന്നേരം നോ എന്നിങ്ങനെ രോഹിത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇയാളിങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഉന്നം പിടിച്ച് നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും
അങ്ങ് കണ്ണടയ്ക്കുന്നുണ്ട്, ഇപ്പോൾ കൊള്ളും എന്നുള്ള രീതിക്ക്. പക്ഷേ ഈ ഒരു ടൈമിൽ വിഷ്ണു അകത്തെത്തുന്നുണ്ട്. വിഷ്ണു ഉപേന്ദ്രൻ്റെ കൈക്ക് നോക്കി തട്ടുമ്പോൾ തോക്ക് ഇതിങ്ങനെ പൊങ്ങുന്നുണ്ട്, വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് വരികയാണ്. വിഷ്ണു ഇങ്ങനെ ഉപേന്ദ്രനെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അന്നേരം ഉപേന്ദ്രൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വെക്കാൻ പോകുന്നത്. ദൈവം രക്ഷിക്കുക, ഗോഡ് ബ്ലസ് യു എന്ന് പറയുന്നില്ല, കാലം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. തുടർന്ന് വിഷ്ണു ഇത് കയ്യിലേക്ക് എടുത്തിട്ട് ഉപേന്ദ്രൻ്റെ ലക്ഷ്യം വെച്ചിട്ട് പറയുന്നുണ്ട്, കാലൻ്റെ രക്ഷ അവർക്കല്ല വേണ്ടത്, നിനക്കൊക്കെയാണ് വേണ്ടത്. അല്ലെങ്കിൽ സ്വന്തം ആയുധത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നെഞ്ചിടിപ്പോടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ല. പിന്നെ ആയുധം കൊണ്ട് നടക്കുന്നതിലല്ല, അത് വൃത്തിയായിട്ട് ഉപയോഗിക്കുക, കയ്യിൽ സൂക്ഷിക്കുന്നതാണ് വേണ്ടത്, ചങ്കുറ്റം വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉപേന്ദ്രൻ ലക്ഷ്യം വെക്കുകയാണ്. അപ്പോൾ ഈ മാർട്ടിനാണെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഈ അനങ്ങരുത് എന്ന് പറഞ്ഞിട്ട് കള്ളപ്പന്നി എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ കുറേ ഡയലോഗൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളെയൊന്നും ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല, പകരം ഈ ആയുധത്തിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, എൻ്റെ കയ്യിലെ മുഷ്ടി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കേട്ടോടാ ചെറ്റപ്പ എന്നിങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് വിഷ്ണു. എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ ഇതിങ്ങനെ വയ്ക്കാനായിട്ട് വരുമ്പോൾ ശ്യാമയാണെങ്കിൽ രോഹിത്തിനെ തന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. രോഹിത്തെ വേണ്ട വേണ്ട പോകണ്ടെന്ന് പറഞ്ഞ് ശ്യാമ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ മാർട്ടിനാണെങ്കിൽ പിന്നെ വിഷ്ണുവിന്റെ കയ്യിലേക്ക് ഇങ്ങനെ ചവിട്ടുമ്പോൾ തോക്ക് വീണ്ടും തെറിച്ച് അങ്ങോട്ട് താഴെ പോവുകയാണ്. എന്നിട്ട് ഉപേന്ദ്രനാണെങ്കിൽ ഈ മാർട്ടിനെ ഇങ്ങനെ ചവിട്ടുന്നുമുണ്ട്. ഈ ഒരു സമയത്ത് വീണ്ടും ഇയാൾ തോക്കെടുത്തിട്ട് ഇങ്ങനെ വിഷ്ണുവിനെ നേരെ നീട്ടുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. വിഷ്ണു ഈ മാർട്ടിനെ അങ്ങോട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അന്നേരം ഈ ഉപേന്ദ്രൻ വീണ്ടും വിഷ്ണുവിനെ ഇങ്ങനെ ലക്ഷ്യം വെച്ച് നിൽക്കുമ്പോൾ രോഹിത് ഇങ്ങനെ അണ്ണം കൽപ്പിച്ച് വന്നിട്ട് ഉപേന്ദ്രനെ കൈ നോക്കി തട്ടി കൊടുക്കുമ്പോൾ തോക്ക് വീണ്ടും തെറിച്ചു പോവുകയാണ്. തുടർന്ന് ഒരു ഉഗ്ര ഫൈറ്റ് സീൻ അവിടെ നടക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ മാർട്ടിനെയും മാർട്ടിനെയും രോഹിത് ആണെങ്കിൽ ഉപേന്ദ്രനെയും നന്നായിട്ട് പെരുമാറുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അവസാനം ഉപേന്ദ്രനാണെങ്കിൽ രോഹിത്തിനെ തല്ലുമ്പോൾ എന്നിട്ട് രോഹിത് അങ്ങ് ക്ഷീണിക്കുന്നുണ്ട്, ഭിത്തിയിലേക്ക് ചേർത്ത് വെക്കുകയാണ്, നീ ഇനി ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞെരിക്കുകയാണ് കഴുത്തിന്. അപ്പോഴത്തേക്ക് പിന്നെ വിഷ്ണു ഇത് കാണുന്നുണ്ട്. അന്നേരം വിഷ്ണു ഒന്ന് ഉപേന്ദ്രനെ ആഞ്ഞ് ചവിട്ടുന്നുണ്ട്. തുടർന്ന് വീണ്ടും ഫൈറ്റ് സീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അവസാനം അടി കൊണ്ട ശേഷം ഈ മാർട്ടിനാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അന്നേരം ഉപേന്ദ്രൻ രക്ഷപ്പെടാനാവാതെ അതങ്ങോട്ട് തറയിൽ കിടക്കുകയാണ്. അന്നേരം പടക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് ഒരു ധീരനായ യോദ്ധാവിന് ചേർന്നതല്ല, അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടാൽ ഒരു രക്തം ചിന്തുന്നത് വരെ കിടക്കണം, അല്ലെങ്കിൽ അന്തസ്സോടെ മരിക്കണം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ഉപേന്ദ്രൻ്റെ ഒരു കാലങ്ങോട്ട് എടുത്തിട്ട് അതങ്ങ് തിരിക്കുകയാണ്, ഒടിയുന്നുണ്ട്. എന്നിട്ട് മറ്റേ കാലും തിരിക്കുന്നുണ്ട്. അന്നേരം ഇത് രോഹിത് ഇങ്ങനെ ആവേശത്തോട് നോക്കി നിൽക്കുന്നുണ്ട്. ശ്യാമയ്ക്കും അങ്ങോട്ട് അപ്പോഴാണ് സമാധാനം ആവുന്നത്. തുടർന്ന് അത്രേ കാണിക്കുന്നുള്ളൂ. അന്നേരം വിഷ്ണുവിൻ്റെയും പിന്നെ രോഹിത്തിൻ്റെയും ആ ഒരു ഫൈറ്റ് സീൻ കാണേണ്ടത് തന്നെയാണ്. നന്നായിട്ട് പെരുമാറുന്നുണ്ട്. മറ്റേ അയാളാണെങ്കിൽ ഓടി രക്ഷപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ഉപേന്ദ്രന് അനങ്ങാൻ വയ്യാതെ കിടക്കുകയാണ്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം തന്നെ ഇവരാണെങ്കിൽ ഈ വീട്ടിലേക്ക് താമസം മാറും, പുതിയ വീട്ടിലേക്ക് താമസം മാറും. നേരത്തെ ആണെങ്കിൽ വിഷ്ണു ശാലിനിയും കൂടി വീട്ടിൽ വന്നപ്പോൾ ഈ കുട്ടികളോട് പിന്നെ ഇരിക്കുന്നത് കണ്ടിട്ട് വിഷ്ണു പറയുന്നുണ്ട്, ജയശ്രീ മുഷിഞ്ഞ് കാണും, ഇതാണ് പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വീട്ടിൽ വേണമെന്ന് പറയുന്നത്, അപ്പോൾ കുട്ടികളെ കാര്യമൊക്കെ അവർ നോക്കുമല്ലോ. അന്നേരം അതും കേട്ടുകൊണ്ടാണ് ശാലിനി അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ തന്നെ ഇവർ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയൊക്കെ ചെയ്യും എല്ലാവരും കൂടി. ഇനിയും ഇവരെ പിന്നെ ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് വിടത്തില്ല, രോഹിത്തിനെയും ശ്യാമയും ഒക്കെ എല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കും. അതാണ് അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.